ഡീഗ്രേഡിങ്ങിനെ അതിജീവിച്ച് ക്രിസ്മസ് ദിനത്തിലും റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ദിലീപ് മോഹൻലാൽ ചിത്രം ബബ്ബ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാരണ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബബ്ബ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ക്രിസ്മസ് ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഓടൊപ്പം ചിത്രത്തിന്റെ ഇതുവരെയുള്ള വേൾഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. ഡിസംബർ മാസം 18 തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ബബ്ബ എന്ന് പറയുന്ന സിനിമ. ആദ്യ ആഴ്ച പിന്നീട് ചിത്രം രണ്ടാഴ്ചയിലോട്ട് കടന്നിട്ട് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷന് യാതൊരുവിധ ഇടിവും സംഭവിച്ചിട്ടില്ല. ക്രിസ്മസ് ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നും മികച്ചൊരു പ്രീസൈഡ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ 7 ദിവസം കൊണ്ട് തന്നെ ചിത്രം വേൾഡ് ബോക്സ് ഓഫീസ് നേട്ടം 40 കോടി പിന്നിട്ട ചിത്രം 8ാം ദിവസമായിട്ടുള്ള ക്രിസ്മസ് ദിനത്തിൽ ചിത്രത്തിന്റെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്ത ഏകദേശം 1.5 മുതൽ 2 കോടിക്ക് അടുത്തുള്ള തുക തന്നെയാണ്. ഒരുപാട് ക്രിസ്മസ് ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട്. മോഹൻലാൽ ചിത്രമായിട്ടുള്ള വൃഷഭ, അതോടൊപ്പം നിവിൻ പോളി ചിത്രം സർവമായ, മമ്മൂട്ടി ചിത്രം കളങ്കാവൻ ഇപ്പോഴും മികച്ച വിജയമായിട്ട് മാറുന്നു. അതോടൊപ്പം ആഘോഷം, ഹാല് തുടങ്ങി നിരവധി ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട്. ബബ്ബയുടെ ബുക്കിങ്ങിനെ തകർക്കാനോ കളക്ഷനെ തകർക്കാനോ ഈ ഒരു സിനിമയ്ക്കൊന്നും സാധിക്കുന്നില്ല. കടുത്ത ഡീഗ്രേഡിംഗ് എന്ന് ബബ്ബ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേരിട്ടിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ഡീഗ്രേഡിങ്ങിനെ അതിജീവിച്ച് ഈ ഒരു ഭ്രാന്തന്റെ അഴിഞ്ഞാട്ടം തന്നെ തിയേറ്ററുകളിൽ തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം 50 കോടി പിന്നിടുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ബുക്കിംഗ് വെച്ചാണെങ്കിൽ ഈ ഒരു വീക്കെൻഡിൽ തന്നെ ചിത്രം 50 കോടി പിന്നിടാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് കാത്തിരുന്നതിന്റെ കാണാം. ദിലീപിന്റെ തിരിച്ചുവരവിന് വലിയൊരു ശക്തമായിട്ടുള്ള ബോക്സ് ഓഫീസ് വിജയമായിട്ട് ബബ്ബ മാറുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ബബ്ബ എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ചിത്രം 50 കോടി പിന്നിടുമോ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.